നമസ്കാരം. ഓം ഓം ഓം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 16. വ്യാസൻ പുത്രനെ മൗനിയായിരിക്കുന്നത് കണ്ട എന്താണ് കാരണമെന്ന് ചോദിക്കുന്നു പുത്രനോട്. നിനക്ക് എൻ്റെ ഉപദേശങ്ങളെല്ലാം കേട്ടിട്ടും മനസ്സിന് ശാന്തത കിട്ടുന്നില്ലെങ്കിൽ വിദേഹ രാജാവിനെ, ജനക മഹാരാജാവിനെ പോയി കാണാൻ ഉപദേശിക്കുന്നു. അപ്പോൾ പുത്രൻ പറയുന്നു, എനിക്ക് വിദേഹ രാജാവിനെ കാണാൻ ആഗ്രഹമുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ഈ സംസാരത്തിൽ ജീവിക്കുന്നത്? വിദേഹൻ എന്ന് പറഞ്ഞത് ദേഹമില്ലാത്ത ആൾ എന്ന അർത്ഥത്തിലാണോ എന്ന് ചോദിക്കുന്നു. അദ്ദേഹത്തിന് അമ്മ, മകൻ, ഭാര്യ, സഹോദരി എന്നീ വക ഭേദബുദ്ധികൾ ഇല്ലാതിരിക്കുമോ? വ്യാവഹാരിക ജീവിതത്തിൽ ഇത് ഒഴിച്ചുകൂടാത്തതാണല്ലോ. ഇങ്ങനെയുള്ള ഭേദബുദ്ധി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് മുക്തി ലഭിക്കുന്നത്? ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടതുകൊണ്ട് എനിക്ക് ശാന്തി ലഭിക്കുമോ എന്ന് ശുകൻ അച്ഛനോട് ചോദിക്കുന്നു. ശ്ലോകം 56. കടു ക്ഷാരം തഥാ തീക്ഷ്ണം കഷായം ഇഷ്ടമേവ ച രസന യദി ജാനാതി ഭുങ്ക്തേ ഭോഗാനനുത്തമാൻ. എരിവ്, പുളി, ഉപ്പ്, ചവർപ്പ്, മധുരമെന്ന് തുടങ്ങിയ രസങ്ങളെ നാവ് അറിയുന്നുവെങ്കിൽ ആ നാവ് ഉത്തമ ഭോഗങ്ങൾ അനുഭവിക്കുന്നു എന്നാണ് അർത്ഥം. ശ്ലോകം 57. ശീതോഷ്ണ സുഖദുഃഖാദി പരിജ്ഞാനം യഥാ ഭവേത് മുക്തതാ കീദൃശീ താതാ സന്ദേഹോയം മമാത്ഭുതഃ. അച്ഛാ, ഇതാണ് എൻ്റെ വലിയൊരു സംശയം. ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം തുടങ്ങിയവയിൽ വിവേചനം നിലനിൽക്കുന്നിടത്തോളം കാലം ഒരാൾക്ക് മുക്താവസ്ഥ ഉണ്ടാവുന്നത് എങ്ങനെ? ശ്ലോകം 58. ശത്രുമിത്രപരിജ്ഞാനം വൈര്യം പ്രീതികരം സദാ വ്യവഹാരേ പരേ തിഷ്ടൻ കഥം ന കുരുതേ നൃപഃ. വ്യാവഹാരിക ജീവിതത്തിൽ കഴിയുന്ന രാജാവ് എന്തുകൊണ്ട് ശത്രുമിത്രാദികളെ തിരിച്ചറിയുന്നതിലുണ്ടാകുന്ന വൈര്യത്തെ എപ്പോഴും പ്രീതികരമായി കരുതുന്നില്ല? ശ്ലോകം 59. ചോരം വാ താമസം വാപി സമാനം മന്യതേ കഥം അസമ യദി ബുദ്ധി സ്യാൻ മുക്ത താതർഹി കീദൃശീഹി. കള്ളനും താപസനും തുല്യനാണെന്ന് വിചാരിക്കുന്നത് എങ്ങനെയാണ്? സമാന ചിന്തയില്ലെങ്കിൽ പിന്നെ മുക്തി എങ്ങനെ? മുക്തിക്ക് അടിസ്ഥാനം അഭേദബുദ്ധിയാണെന്നാണ് അർത്ഥം. ശ്ലോകം 60. ദൃഷ്ടപൂർവോ നമേ കച്ചിത് ജീവൻ മുക്തച്ഛ ഭൂപതി ശങ്കേയം മഹതീ താത ഗൃഹേ മുക്ത കഥം നൃപഃ. ഇതുവരെ ഞാനൊരു ജീവൻ മുക്തനായ രാജാവിനെയും കണ്ടിട്ടില്ല. ഗൃഹസ്ഥനായ രാജാവ് എങ്ങനെ ജീവൻ മുക്തനായിരിക്കുന്നു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സംശയം. 16-ാം അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം, 61-ാമത്തെ ശ്ലോകം. ദിദൃക്ഷാ മഹതീ ജാത ശ്രുത്വാദം ഭൂപതിം തഥാ സന്ദേഹ വിനിവൃത്യർത്ഥം ഗച്ഛാമി മിഥിലാം പ്രതി. ജീവൻ മുക്തനാണ് ജനകനെന്ന് കേട്ടതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. സംശയനിവൃത്തിക്കായി ഞാൻ മിഥിലയിലേക്ക് പോവുകയാണ്. ഇത് ശ്രീദേവി ഭാഗവതേ പ്രഥമസ്കന്ധേ ഷോഡശോധ്യായഃ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.